ഇടതുമുന്നണിയിൽ നിന്നും ജെ ഡി എസിലെ ഒരു വിഭാഗം ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു. പ്രമുഖ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ബി ജെ പി വിടുന്നത്, ജെ ഡി എസ് എൽ ഡി എഫ് വിടുന്നത്, ബി ജെ പിയിലേക്കാണ് ചേരുന്നത്. നാളെ ദേശീയ തലത്തിലുള്ള നേതാവാകും ഇവർക്ക് അംഗത്വം വിതരണം ചെയ്യുക. വലിയ തിരിച്ചടി എൽ ഡി എഫിനെ സംബന്ധിച്ച് രൂപപ്പെടുകയാണ്. ഇതിൻ്റെ ഒക്കെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അശ്വതി ചേരുന്നു. അശ്വതി, പ്രമുഖ നേതാവ്, ദേശീയ തലത്തിൽ യൂത്ത് വിങ്ങിനെയൊക്കെ നയിച്ച ജെ ഡി എസിലെ നേതാവാണ് ഒരു വിഭാഗം അണികളുമായി ഇതാ എൽ ഡി എഫ് വിടുന്നത്, ജെ ഡി എസ് വിടുന്നത്, ബി ജെ പിയിലേക്ക് പോകുന്നത്. അജിംഷാദ്, ഇടതുപക്ഷത്ത് നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു എന്നാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. പാലോട് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് ജെ ഡി എസിൽ നിന്ന് 2000-ഓളം പേർ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 2000-ഓളം പേർ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്കും അതുപോലെ ഇടപെടലുകൾക്കും ഒക്കെ തന്നെ വഴിതെളിക്കുന്ന ഒരു സംഭവമാണ്. ജെ ഡി എസിൽ നിന്ന് വലിയ തോതിലൊരു കൊഴിഞ്ഞുപോക്ക് അതും ബി ജെ പിയിലേക്ക് ഉണ്ടാവുകയാണ്. നേരത്തെ വലിയ നേതാക്കൾ കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ മാത്യു ടി തോമസ് അടക്കമുള്ള വലിയ നേതാക്കളുടെ ഒക്കെ തന്നെ പാർട്ടിയാണ്. ഇവിടെ നിന്നാണ് 2000-ഓളം പേർ, പാലോട് സന്തോഷ് പറയുന്നതനുസരിച്ച് 2000-ഓളം പേർ നാളെ എ ജെ ഹാളിൽ, കൊച്ചിയിലെ എ ജെ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അതുപോലെ തന്നെ പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇവർ അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും പാലോട് സന്തോഷാണെങ്കിൽ വളരെ സംസ്ഥാന തലത്തിൽ ജെ ഡി എസിന്റെ മുഖമായി നിന്ന സോഷ്യലിസ്റ്റ് നേതാവാണ്. വീരേന്ദ്രകുമാർ അടക്കം, കെ കൃഷ്ണൻകുട്ടി അടക്കം, ശ്രേയാംസ് കുമാർ ഉണ്ടായിരുന്ന സമയത്ത്, ജെ ഡി എസിൽ ഉണ്ടായിരുന്ന, സെക്കുലർ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവരുമായൊക്കെ ചേർന്ന്, വളരെ ഷെയ്ഖ് പി ഹാരിസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ ചേർന്ന് പഴക്കം ചെന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. അവരുടെ യുവജന വിഭാഗത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ച നേതാവാണ്, സംസ്ഥാന തലത്തിലുള്ള നേതാവാണ്. പാലോട് സന്തോഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ് ജെ ഡി എസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ഗൗരവമായ ഒരു രാഷ്ട്രീയ വാർത്ത തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫ് ആണ്. എൽ ഡി എഫിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് പോകുന്നത്. അതും നാളെ ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ നേതാക്കളാണ് കൊച്ചിയിൽ വെച്ച് ഇവർക്ക് അംഗത്വം നൽകുന്നത്, സ്വീകരിക്കുന്നത്, അല്ലേ അശ്വതി? തീർച്ചയായും അജിൻഷാദ്, നാളെ എ ജെ ഹാളിൽ, കൊച്ചിയിലെ എ ജെ ഹാളിൽ നടക്കുന്ന പരിപാടിയിലാണ് ഇത്രയധികം ആളുകൾ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് ഈ പാലോട് സന്തോഷ് വ്യക്തമാക്കുന്നത്. ഇന്നും അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകുന്നേരം, ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിലുണ്ട്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം അദ്ദേഹവുമായി കളമശ്ശേരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം കളമശ്ശേരിയിലെത്തും. അദ്ദേഹത്തിന് അവിടെ ഇന്ന് ഒരു പൊതുപരിപാടി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ പാലോട് സന്തോഷം അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ, മറ്റ് ചർച്ചകൾ ഒക്കെ തന്നെ നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നടത്തും. അതുപോലെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും വലിയ ചർച്ചകളാണ് ഇപ്പോഴും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരിക്കുന്ന ചർച്ചകളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജെ ഡി എസിനെ ഒപ്പം നിർത്താനായിട്ട് ബി ജെ പി ശ്രമിക്കുന്നത്. ബി ജെ പിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ ഒരു അനിവാര്യതയാണ്. ആ അനിവാര്യതയുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇപ്പോൾ കൂടുതൽ നേതാക്കളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാർട്ടികളെയും ഇടഞ്ഞു നിൽക്കുന്ന അണികളെയും ഒക്കെ തന്നെ തങ്ങൾക്കൊപ്പം ചേർക്കാനുള്ള ഒരു തന്ത്രം പയറ്റുന്ന. അടുത്ത തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുപക്ഷത്ത് നിന്നു തന്നെ ഇത്തരത്തിലുള്ള ഒരു അടർത്തി മാറ്റൽ ബി ജെ പി എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ